ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് ദിവസവും സംസാരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാം. ചായ കുടിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡു യു ഹാവ് ടീ? നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്? വെൻ ഡു യു ഹാവ് ടീ? നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്? വെൻ ഡു യു ഹാവ് ടീ? നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്? വെൻ ഡു യു ഹാവ് ടീ? നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കുന്നത്? എപ്പോൾ എന്നുള്ളതാണ് വെൻ യൂസ് ചെയ്യുക കേട്ടോ. വൈകുന്നേരമാണ് ചായ കുടിക്കുന്നത് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ടീ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ചായ കുടിക്കുന്നത്. ഐ ഹാവ് ടീ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ചായ കുടിക്കുന്നത്. ഐ ഹാവ് ടീ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ചായ കുടിക്കുന്നത്. എപ്പോഴാണ് സ്കൂളിൽ വരുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡു യു കം ടു സ്കൂൾ? നിങ്ങൾ എപ്പോഴാണ് സ്കൂളിൽ വരുന്നത്? വെൻ ഡു യു കം ടു സ്കൂൾ? നിങ്ങൾ എപ്പോഴാണ് സ്കൂളിൽ വരുന്നത്? വെൻ ഡു യു കം ടു സ്കൂൾ? നിങ്ങൾ എപ്പോഴാണ് സ്കൂളിൽ വരുന്നത്? അപ്പോൾ എന്താ പറയുക? ഞാൻ രാവിലെയാണ് സ്കൂളിൽ പോകുന്നതെന്ന് എങ്ങനെ പറയാം? ഐ കം ടു ദ സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെയാണ് സ്കൂളിൽ പോകുന്നത്. ഐ കം ടു ദ സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെയാണ് സ്കൂളിൽ പോകുന്നത്. ഐ കം ടു ദ സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെയാണ് സ്കൂളിൽ പോകുന്നത്. ഐ കം ടു ദ സ്കൂൾ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെയാണ് സ്കൂളിൽ പോകുന്നത്. എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുക? വെൻ ഡു യു ഗോ ടു ബെഡ്? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? വെൻ ഡു യു ഗോ ടു ബെഡ്? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? വെൻ ഡു യു ഗോ ടു ബെഡ്? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? വെൻ ഡു യു ഗോ ടു ബെഡ്? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? ഉറങ്ങാൻ പോകുന്നത് എങ്ങനെ പറയാം? ഐ ഗോ ടു ബെഡ് അറ്റ് 10. ഞാൻ 10 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. ഐ ഗോ ടു ബെഡ് അറ്റ് 10. ഞാൻ 10 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. ഐ ഗോ ടു ബെഡ് അറ്റ് 10. ഞാൻ 10 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. ഐ ഗോ ടു ബെഡ് അറ്റ് 10. ഞാൻ 10 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത് എന്നങ്ങനെ ചോദിക്കുക? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? വെൻ ഡു യു ഗോ ടു സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? വെൻ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴാണ് സിനിമയ്ക്ക് പോകുന്നത്? നേരാണ് സിനിമയ്ക്ക് പോകുന്നത് എന്നെങ്ങനെ പറയാം? ഐ ഗോ ടു ദ സിനിമ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് സിനിമയ്ക്ക് പോകുന്നത്. ഐ ഗോ ടു ദ സിനിമ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് സിനിമയ്ക്ക് പോകുന്നത്. ഐ ഗോ ടു ദ സിനിമ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് സിനിമയ്ക്ക് പോകുന്നത്. ഐ ഗോ ടു ദ സിനിമ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് സിനിമയ്ക്ക് പോകുന്നത്. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ് എന്നെങ്ങനെ പറയാം? എ ക്വാർട്ടർ പാസ്റ്റ് 2. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. എ ക്വാർട്ടർ പാസ്റ്റ് 2. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. എ ക്വാർട്ടർ പാസ്റ്റ് 2. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. എ ക്വാർട്ടർ പാസ്റ്റ് 2. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. എപ്പോഴാണ് ഇരുട്ടാകുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഈസ് ഇറ്റ് ഡാർക്ക്? എപ്പോഴാണ് ഇരുട്ടാകുന്നത്? വെൻ ഈസ് ഇറ്റ് ഡാർക്ക്? എപ്പോഴാണ് ഇരുട്ടാകുന്നത്? വെൻ ഈസ് ഇറ്റ് ഡാർക്ക്? എപ്പോഴാണ് ഇരുട്ടാകുന്നത്? വെൻ ഈസ് ഇറ്റ് ഡാർക്ക്?
എപ്പോഴാണ് ഇരുട്ടാകുന്നത്? ഇരുട്ടാകുന്നത് ഇറ്റ് ഈസ് ഡാർക്ക് അറ്റ് നൈറ്റ്. രാത്രിയിലാണ് ഇരുട്ടാകുന്നത്. ഇറ്റ് ഈസ് ഡാർക്ക് അറ്റ് നൈറ്റ്. രാത്രിയിലാണ് ഇരുട്ടാകുന്നത്. ഇറ്റ് ഈസ് ഡാർക്ക് അറ്റ് നൈറ്റ്. രാത്രിയിലാണ് ഇരുട്ടാകുന്നത്. എപ്പോഴാണ് ഫുട്ബോൾ കളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. വെൻ ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങളെപ്പോഴാണ് ഫുട്ബോൾ കളിക്കുന്നത്? വെൻ ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങളെപ്പോഴാണ് ഫുട്ബോൾ കളിക്കുന്നത്? വെൻ ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങൾ എപ്പോഴാണ് ഫുട്ബോൾ കളിക്കുന്നത്? വെൻ ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങളെപ്പോഴാണ് ഫുട്ബോൾ കളിക്കുന്നത്? ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരമാണ് ഫുട്ബോൾ കളിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് എന്നെങ്ങനെ പറയാം? വെൻ ഡു യു ഗോ ഹോം? നിങ്ങളെപ്പോഴാണ് വീട്ടിൽ പോകുന്നത്? 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 എഴുന്നേൽക്കുന്നത് എന്നെങ്ങനെ ചോദിക്കുക. വെൻ ഡു യു ഗെറ്റ് അപ്പ്? നിങ്ങളെപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? 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 ഗെറ്റ് അപ്പ് അറ്റ് 5 AM. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. കരുതുന്നു എന്നിങ്ങനെ പറയാ. ഐ ബിലീവ് സോ. ഞാൻ അങ്ങനെ കരുതുന്നു. 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 ട്രെയിൻ വളരെ താമസിച്ചാണെന്ന് തോന്നുന്നു എന്നെങ്ങനെ പറയാം? ഇറ്റ് സീംസ് ദാറ്റ് ദ ട്രെയിൻ ഈസ് വെരി ലേറ്റ്. ട്രെയിൻ വളരെ താമസിച്ചാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദ ട്രെയിൻ ഈസ് വെരി ലേറ്റ്. ട്രെയിൻ വളരെ താമസിച്ചാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദ ട്രെയിൻ ഈസ് വെരി ലേറ്റ്. ട്രെയിൻ വളരെ താമസിച്ചാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദ ട്രെയിൻ ഈസ് വെരി ലേറ്റ്. ട്രെയിൻ വളരെ താമസിച്ചാണെന്ന് തോന്നുന്നു. ഒന്നെങ്ങനെ പറയാം? ഇറ്റ് സീംസ് ടു മീ. എനിക്കും അങ്ങനെ തോന്നുന്നു. ഇറ്റ് സീംസ് ടു മീ. എനിക്കും അങ്ങനെ തോന്നുന്നു. ഇറ്റ് സീംസ് ടു മീ. എനിക്കും അങ്ങനെ തോന്നുന്നു. നിങ്ങളുമായി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് കം ടു ടോക്ക് ടു യു. നിങ്ങളുമായി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ടു ടോക്ക് ടു യു. നിങ്ങളുമായി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ടു ടോക്ക് ടു യു. നിങ്ങളുമായി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ടു ടോക്ക് ടു യു. നിങ്ങളുമായി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ടു ടോക്ക് ടു യു. നിങ്ങളുമായി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത് എന്നെങ്ങനെ ചോദിക്കുക. ഡിഡ് യു ഡു ദാറ്റ് ടു മേക്ക് മീ ആംഗ്രി? നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത്? ഡിഡ് യു ഡു ദാറ്റ് ടു മേക്ക് മീ ആംഗ്രി? നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത്? ഡിഡ് യു ഡു ദാറ്റ് ടു മേക്ക് മീ ആംഗ്രി? നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത്? ഡിഡ് യു ഡു ദാറ്റ് ടു മേക്ക് മീ ആംഗ്രി? നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത്? ഡിഡ് യു ഡു ദാറ്റ് ടു മേക്ക് മീ ആംഗ്രി? നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത്? ഡിഡ് യു ഡു ദാറ്റ് ടു മേക്ക് മീ ആംഗ്രി? നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്താനാണോ അത് ചെയ്തത്? ഞാൻ ചിലപ്പോൾ അത് അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയണമൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് അതിങ്ങനെ ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ അത് റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ അതൊന്ന് സ്ട്രെസ് ചെയ്യുമ്പോൾ അത് നമ്മളെ മനസ്സിലിങ്ങനെ
കത്തിക്കയറും കേട്ടോ. നന്നായി കാണാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നു എന്നെങ്ങനെ പറയാം? ഹീ സ്റ്റുഡ് അപ്പ് ടു ഗെറ്റ് എ ബെറ്റർ ലുക്ക്. കുറെ കൂടി നന്നായി കാണാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നു. ഹീ സ്റ്റുഡ് അപ്പ് ടു ഗെറ്റ് എ ബെറ്റർ ലുക്ക്. കുറെ കൂടി നന്നായി കാണാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നു. ഹീ സ്റ്റുഡ് അപ്പ് ടു ഗെറ്റ് എ ബെറ്റർ ലുക്ക്. കുറെ കൂടി നന്നായി കാണാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നു. ഹീ സ്റ്റുഡ് അപ്പ് ടു ഗെറ്റ് എ ബെറ്റർ ലുക്ക്. കുറെ കൂടി നന്നായി കാണാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നു. ഹീ സ്റ്റുഡ് അപ്പ് ടു ഗെറ്റ് എ ബെറ്റർ ലുക്ക്. കുറെ കൂടി നന്നായി കാണാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് നിന്നു. എങ്ങനെ പറയാം? ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ടു ലേൺ. കുട്ടികൾ പഠിക്കാനായി സ്കൂളിൽ പോകുന്നു. ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ടു ലേൺ. കുട്ടികൾ പഠിക്കാനായി സ്കൂളിൽ പോകുന്നു. ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. കുട്ടികൾ പഠിക്കാനായി സ്കൂളിൽ പോകുന്നു. ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. കുട്ടികൾ പഠിക്കാനായി സ്കൂളിൽ പോകുന്നു. എങ്ങനെ ചോദിക്കുക? ഗിവ് മീ സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ? ഗിവ് മീ സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ? ഗിവ് മീ സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ? ഗിവ് മീ സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ? രക്ഷപ്പെടാതിരിക്കാനായി അവനെ കെട്ടിയിട്ടു എന്നെങ്ങനെ പറയാ? ഹി വാസ് ടൈഡ് അപ്പ് സോ ഹി വുഡിൻ എസ്കേപ്പ്. അവൻ രക്ഷപ്പെടാതിരിക്കാനായി അവനെ കെട്ടിയിട്ടു. ഹി വാസ് ടൈഡ് അപ്പ് സോ ഹി വുഡിൻ എസ്കേപ്പ്. അവൻ രക്ഷപ്പെടാതിരിക്കാനായി അവനെ കെട്ടിയിട്ടു. ഹി വാസ് ടൈഡ് അപ്പ് സോ ഹി വുഡിൻ എസ്കേപ്പ്. അവൻ രക്ഷപ്പെടാതിരിക്കാനായി അവനെ കെട്ടിയിട്ടു. ഹി വാസ് ടൈഡ് അപ്പ് സോ ഹി വുഡിൻ എസ്കേപ്പ്. അവൻ രക്ഷപ്പെടാതിരിക്കാനായി അവനെ കെട്ടിയിട്ടു. ഹി വാസ് ടൈഡ് അപ്പ് സോ ഹി വുഡിൻ എസ്കേപ്പ്. അവൻ രക്ഷപ്പെടാതിരിക്കാനായി അവനെ കെട്ടിയിട്ടു. അവൾ അകത്തേക്ക് പോകാനായി ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിന്നു. അതെങ്ങനെ പറയാം? ഐ സ്റ്റെപ്പ്ഡ് അസൈഡ് ടു ലെറ്റ് ഹെർ ഇൻ. അവൾ അകത്തേക്ക് പോകാനായി ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഐ സ്റ്റെപ്പ്ഡ് അസൈഡ് ടു ലെറ്റ് ഹെർ ഇൻ. അവൾ അകത്തേക്ക് പോകാനായി ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഐ സ്റ്റെപ്പ്ഡ് അസൈഡ് ടു ലെറ്റ് ഹെർ ഇൻ. അവൾ അകത്തേക്ക് പോകാനായി ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഐ സ്റ്റെപ്പ്ഡ് അസൈഡ് ടു ലെറ്റ് ഹെർ ഇൻ. അവൾ അകത്തേക്ക് പോകാനായി ഞാൻ ഒരു വശത്തേക്ക് മാറി നിന്നു. ഇന്നത്തെ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ഡെയിലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓരോ സെൻറ്റൻസുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാവും. പിന്നെ ഇതുപോലത്തെ സെൻറ്റൻസുകൾ ഇനിയും ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോഴേ നമ്മൾ ശ്രമിക്കുമ്പോഴേ നമുക്ക് ഡെവലപ്മെൻറ്റും ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ വേർഡ്സുകളെങ്കിലും ഇതിന്ന് കിട്ടുന്ന കുറച്ച് വേർഡ്സുകളെങ്കിലും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. നിങ്ങൾ സംസാരിക്കുന്ന ഡെയിലി ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.